പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തിനെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കി സംസ്ഥാന സർക്കാർ. ഗുരുതര സ്വഭാവമില്ലാത്ത കേസുകൾ പിൻവലിക്കാനുള്ള നീക്കമാണ് സർക്കാർ തുടങ്ങിയത്. ഇത് സംബന്ധിച്ച നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡിജിപി കൈമാറി. പിൻവലിക്കാനുള്ള അപേക്ഷ കോടതിയിലെത്തിയെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകി. പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വന്നതോടെ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനത്താകെ ഇടത് വലത് മുന്നണികൾ ഉയർത്തുന്നത്. പ്രതിഷേധം ശക്തമാകുമ്പോഴും ഇടതുപക്ഷത്തിനെതിരെ വലിയ വിമർശനം കോൺഗ്രസിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടാകുന്നത് CAA പ്രക്ഷോഭത്തിന്റെ പേരിലെടുത്ത കേസുകൾ പിൻവലിക്കാത്തതിലാണ്. കേസുകൾ പിൻവലിക്കാത്ത സർക്കാരിന്റെ നടപടി ആത്മാർത്ഥതയില്ലാത്തതാണെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ ആരോപണം. ഈ സാഹചര്യത്തിലാണ് ഗുരുതരമല്ലാത്ത കേസുകൾ പൂർണ്ണമായും പിൻവലിക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയത്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ സമരത്തിൽ ഇതിനു മുൻപെടുത്തത് 835 കേസുകളാണ്. ഇതിൽ 629 കേസുകൾ പിൻവലിച്ചിരുന്നു. 206 കേസുകളാണ് നിലവിൽ കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇതിൽ 84 കേസുകൾ പിൻവലിക്കാൻ സർക്കാർ സമ്മതം നൽകുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ള 122 കേസുകളുടെ കാര്യത്തിൽ വേഗത്തിൽ തീരുമാനമെടുക്കാനാണ് ഇപ്പോൾ നീക്കം തുടങ്ങിയിരിക്കുന്നത്. സാധാരണഗതിയിൽ കേസിൽ ഉൾപ്പെട്ട ആളുകൾ അപേക്ഷ നൽകിയാൽ അതനുസരിച്ചാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. അതുകൊണ്ട് തന്നെ കേസിൽ ഉൾപ്പെട്ടവരെ കൊണ്ട് അപേക്ഷ നൽകിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിരിക്കുന്നത്. കേസ് പിൻവലിക്കുന്നതിനാവശ്യമായ നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ പോലീസ് മേധാവികൾക്ക് DGP നിർദ്ദേശം നൽകി. കേസുകൾ പിൻവലിക്കുന്നതോടെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ എല്ലാം തന്നെ ഒഴിവാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. ന്യൂനപക്ഷത്തിന്റെ വിശ്വാസം ഉറപ്പാക്കാൻ കഴിയുമെന്നും സർക്കാർ കണക്കുകൂട്ടുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും കഴിഞ്ഞ ദിവസം സമരം നടത്തിയ യൂത്ത് കോൺഗ്രസ് SDPI പ്രവർത്തകർക്കെതിരെ 160ഓളം കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. യൂത്ത് കോൺഗ്രസിനെതിരെ എടുത്ത കേസുകളിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം അടക്കം പ്രതിയുമാണ്. രാജ്ഭവന്റെ മുന്നിലുള്ള പ്രതിഷേധമായതുകൊണ്ട് തന്നെ ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ കേസുകൾ വരുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന്റെ പേരിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ കേസിന്റെ കാര്യത്തിലും ബാധകമാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.